So yes, as you see in the thumbnail, ഞാൻ സോഷ്യൽ മീഡിയാസ് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതിലൊക്കെ ഈ വീഡിയോസ് ഇടുന്ന പരിപാടി ഞാൻ നിർത്തുവാണ്. ഓക്കെ, എന്ന് പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ബട്ട് സോ സോറി ടു സേ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ഒരു 3 months ഇപ്പുറം ഒത്തിരി പേര് ഒത്തിരി പേരെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പരിചയമുള്ളത് തന്നെ പരിചയമുള്ളവരാണ് കേട്ടോ. നല്ല റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർ പോലും വന്നിട്ട് എന്നോട് ചോദിക്കുന്നു, നിനക്ക് പൈസയൊക്കെ കിട്ടി തുടങ്ങിയോ, യൂട്യൂബിലെ വീഡിയോ ഇടുന്നില്ലേ, കോടികൾ വരുന്നുണ്ടോ അക്കൗണ്ടിലോട്ട്, അങ്ങനെ 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 ഒരുപാട് പേര് വന്ന് ചോദിച്ചു തുടങ്ങി. ഈവൻ അപ്പം നമ്മളോട്ട് അത്രയും ക്ലോസ് കോണ്ടാക്ടിൽ ഇരിക്കുന്നവർ നമ്മൾ പറഞ്ഞു പിന്നെ ഇപ്പൊ കിട്ടും എന്നൊക്കെ പറഞ്ഞു വിടാം. പിന്നെയും ഞാൻ നോക്കുമ്പോ അല്ലെങ്കിൽ നമ്മളെ കണ്ട പോലും മൈൻഡ് ചെയ്യാത്തവർ ഇപ്പൊ വന്ന് ചോദിക്കുന്നത്, ആ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, എങ്ങനെയാ പൈസയൊക്കെ വന്നു തുടങ്ങിയോ, റവന്യൂ ഒക്കെ ആയി തുടങ്ങിയോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. സീരിയസ്ലി എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഞാൻ ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 4.5 years ആയി. ഓക്കെ, മീൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോ, ഫസ്റ്റ് തൊട്ട് എന്റെ യൂട്യൂബ് ചാനലും ഒക്കെ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ എന്റെ കല്യാണം ആ ഒരു ടൈമിലാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, റവന്യൂ പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതം കൊണ്ട് കോടീശ്വരി ആകുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ ഒരു പണിയില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതോ ഒന്നുമല്ല. ഓക്കെ, തരക്കേടില്ലാത്ത പണിയുണ്ട്, ലൈഫിൽ നിന്ന് തിരിയാൻ പോലും സമയമില്ലാത്ത രീതിയിലാണ് ഇപ്പൊ മൂവ് ഓൺ ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഞാൻ എന്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഓരോ വീഡിയോസ് ഇടുന്നത്, ഓരോ റീൽസ് അപ്ലോഡ് ചെയ്യുന്നത്, ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നത്. ഒരു 3 മാസത്തിന് മുന്നേ വരെ ഈ ചോദിച്ച ആളുകൾ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്, ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയില്ലേ വർഷങ്ങൾക്ക് മുന്നേ, നിനക്കൊന്ന് വല്ല വീഡിയോ ഇട്ടൂടെ ആണ്ടിലൊരിക്കലെങ്കിലും, അല്ലെങ്കിൽ പ്രഹസനം കാണിക്കാനൊക്കെ ഓരോന്നും ചെയ്യുന്നുണ്ടല്ലോ, അതൊന്ന് ശരിക്കും ചെയ്തുകൂടെ, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൂടെ, അങ്ങനെയൊക്കെ കുറെ പേര് എന്നോട് ആ സമയത്ത് ചോദിക്കുമായിരുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓ ഓക്കെ, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാൻ ഒരു സാധനം തുടങ്ങിയിട്ട് ഞാൻ അത് ഫോളോ ചെയ്തില്ല, എല്ലാരും കൺസിസ്റ്റന്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ചിലപ്പോൾ എന്റെ പ്രശ്നം കൊണ്ടാന്ന് പറഞ്ഞു ഒരു 3-3.5 മാസം കൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് റീൽസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാനിപ്പം പറ്റുന്നുള്ള എല്ലാ ദിവസങ്ങളിലും ഇടുന്നുണ്ട്. അപ്പൊ ദേ കിടക്കുന്നു, പൈസയൊക്കെ കിട്ടി തുടങ്ങിയോ, കൊടീശ്വരി ആയോ, ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉണ്ടോ? സീരിയസ്ലി ഗൈസ്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നിങ്ങളുടെ പ്രശ്നം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് പൈസ കിട്ടിയെന്നിരിക്കട്ടെ, ഞാൻ എന്താ നിങ്ങൾക്ക് കൊണ്ട് തരുമെന്നാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? നെവർ എവർ. ഓക്കെ, അപ്പൊ എനിക്ക് പൈസ കിട്ടിയാലും പൈസ കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്കും ഒന്നുമില്ല, എനിക്കും ഒന്നുമില്ല. ലൈക്ക് ഞാനിത് മെയിൻ ആയിട്ട് ചെയ്യുന്നതിന്റെ റീസൺ തന്നെ കുറേ ആയി. ഞാൻ ഇങ്ങനെ ഒരുപാട് പേര് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു, ഞാൻ എന്റെ വീഡിയോ ഒക്കെ കണ്ടു, അത്യാവശ്യം റീച്ച് കയറുന്നുണ്ടല്ലേ, അത്യാവശ്യം വ്യൂസ് ഉണ്ടല്ലേ, അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടല്ലേ. അപ്പൊ ഞാൻ ഉണ്ട്, അപ്പൊ പിന്നെ പൈസയൊക്കെ കിട്ടുന്നുണ്ടായിരിക്കല്ലോ. ഞാനിങ്ങനെ ഇപ്പൊ റീസെന്റ് ഇൻ ദ സെൻസ് മിനിങ്ങാന്ന് തന്നെ എന്നോട് എന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് മെസ്സേജ് ഇട്ടത്, എടാ നിനക്ക് ലാസ്റ്റ് റീൽ ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്നൊക്കെ നല്ലത്, ഇപ്പൊ ഇൻസ്റ്റയിലും ക്യാഷ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ നിനക്ക് എലിജിബിലിറ്റി ഒക്കെ ആയോ, നിനക്ക് കിട്ടി തുടങ്ങിയോ? ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു, സീരിയസ്ലി ഞാൻ ഈ യൂട്യൂബില് വീഡിയോ ഇടുന്നതിന്റെ ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാല്, വീഡിയോ ഇട്ട് പൈസ കിട്ടുന്ന ക്രൈറ്റീരിയ ഞാൻ പണ്ടത്തെ യൂട്യൂബിന്റെ ക്രൈറ്റീരിയയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതായിരുന്നു യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടുന്ന ക്രൈറ്റീരിയ എന്ന് വിശ്വസിക്കുന്ന ആളാണ് നിലവിൽ ഇപ്പോഴും ഞാൻ. ഇതൊന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ അതൊരു എയിം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചേനെ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നാലെ നടന്നേനെ. സീരിയസ്ലി അതിന് സമയവും ഇല്ല, താല്പര്യവും ഇല്ല. എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഓക്കെ വീഡിയോ ഇടാം, അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ പൈസ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ കിട്ടിയാൽ ഞാൻ വേണ്ടെന്ന് പറയും, അങ്ങനത്തെ ഒരാളും അല്ല കേട്ടോ. കിട്ടിയാൽ ഞാൻ വാങ്ങും, ഓഫ് കോഴ്സ്. ചുളുവിനായിട്ട് ആരാ വേണ്ടെന്ന് വെക്കുന്നത്, എല്ലാവരും ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്. പിന്നെ ഇപ്പോ ഇങ്ങനെ പൈസ കിട്ടി തുടങ്ങിയോ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്ന കുറച്ച് ആൾക്കാരോട് ജെനുവിൻലി പറയാം, സോഷ്യൽ മീഡിയ വഴി ഞാൻ വീഡിയോസ് ഇടുന്നതിൽ പൈസ കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. കാരണം 1-2 പെയ്ഡ് പ്രൊമോഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമേ ഞാൻ എന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുള്ളൂ ഇൻസ്റ്റാഗ്രാം ത്രൂ, അല്ലാണ്ട് 2 കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഒരു 10 രൂപയെങ്കിൽ 10 രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തുറന്നു പറയാൻ എനിക്ക് അതിലൊരു മടിയുമില്ല, എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയസ് വീഡിയോ ഇടുന്നതുകൊണ്ട്
എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 10 പേര് അറിയുന്നുണ്ട്. 10 പേരെന്ന് വെച്ചാൽ ഒരു ബന്ധമില്ലാത്തവരല്ല. ഇപ്പൊ എന്റെ ബന്ധുക്കളിൽ അല്ലെങ്കിൽ നമുക്കൊരു റിലേഷൻ, ഒരു ഗ്യാങ്ങില് നമ്മളെ പരിചയമുള്ളവരും കാണും, പരിചയമില്ലാത്തവരും കാണും. ഓക്കെ, അപ്പൊ ആ ഒരു ഗ്യാങ്ങിൽ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ പരിചയമുണ്ട്. ഞാൻ ആരാണെന്ന് അറിയാം, അത് മതി. അല്ലാണ്ട് റോഡിൽ കൂടെ നടക്കുമ്പോൾ ഈ ഓരോ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞ പോലെ പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് വേണ്ടി സന്തോഷം, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതിനുള്ളതൊന്നും ആയിട്ടുമില്ല. ഓക്കെ, ബട്ട് കുറെ പേരുടെ ലൈക്ക് ഡൗട്ട് ആയിരുന്നു, പൈസ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ, അക്കൗണ്ടിൽ ലക്ഷങ്ങൾ കുമിഞ്ഞു കൂടുന്നുണ്ടോ. ഇതിനൊക്കെ കുറെ ക്രൈറ്റീരിയ ഉണ്ട്. എനിക്ക് തോന്നുന്നു 1000 സബ്സ്ക്രൈബേഴ്സ് എന്തോ യൂട്യൂബിൽ മിനിമം വേണം. പിന്നെന്തോ വാച്ച് അവേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഞാൻ അതിനെപ്പറ്റി ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, സോ അത് നിങ്ങൾ വേറെയൊക്കെ വീഡിയോസ് കാണും, അതൊക്കെ പോയി നോക്കുക. എനിക്ക് എന്തായാലും പൈസ യൂട്യൂബിൽ വീഡിയോ ചെയ്തതിന്റെ പേരിൽ യൂട്യൂബായിട്ട് എനിക്ക് തന്നിട്ടില്ല. പക്ഷേ പെയ്ഡ് പ്രൊമോഷൻ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഓരോ വീഡിയോസ് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ അക്കൗണ്ടിൽ പബ്ലിക്ലി ഇടുമായിരിക്കും. ഞാൻ എന്റെ അക്കൗണ്ടിൽ ആകെ ഒരെണ്ണത്തിന്റെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് അവരോട് ചോദിച്ചിട്ട് അവരുടെ പെർമിഷനോടുകൂടിയാണ്. സോ ചെയ്തിട്ടുണ്ട്, പൈസ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് ലക്ഷങ്ങളോ കോടികളോ ഒന്നുമല്ല. ആ ചെയ്യുന്ന വീഡിയോയുടെ അല്ലെങ്കിൽ ആ ചെയ്യുന്ന പേജുകാർ നോർമലി കൊടുക്കുന്ന, അല്ലെങ്കിൽ നോർമലി എല്ലാവരും കൊടുക്കുന്ന എത്രയാണോ അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഡെയിലി ഇങ്ങനെ കുമിച്ചു കൂടുന്നു വന്ന് അക്കൗണ്ടിൽ പൈസ ഇടാൻ സ്ഥലമില്ലെങ്കിൽ എന്റെ അക്കൗണ്ട് നമ്പർ ഷെയർ ചെയ്യാന്നൊക്കെ പറയുന്ന പോലെ അത്രയ്ക്കൊന്നും ഇല്ല, അത്രയ്ക്കൊന്നും ആയിട്ടുമില്ല. അത്രയ്ക്കൊന്ന് ആകുമായിരിക്കും. താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. ചുമ്മാ കിട്ടുന്നല്ലേ, ചുമ്മാ കിട്ടുന്നൊന്നും അല്ല. അത് ഞാൻ പറയട്ടെ, ഈ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നതും ചെയ്യുന്നതും ഒന്നും അത്രയ്ക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ഇതിനു വേണ്ടി നമ്മൾ ഇരുന്നാ നമുക്ക് കിട്ടും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇരിക്കാൻ തൽക്കാലം എന്റെ സമയമില്ലാത്തതും സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടും അത്രയും ഡെഡിക്കേഷൻ എനിക്ക് ഇല്ലാത്തത് കൊണ്ടും ലോകം അടിച്ചായതുകൊണ്ടും ഞാൻ അത് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇന്നലെ വരെ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരോട്, അതായത് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്നും, ഇന്ന് തൊട്ട് ഞാൻ വീഡിയോ എന്നും ചെയ്യുന്നുണ്ട്, വരുമാനം വന്ന് കുമിഞ്ഞു കൂടുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരോടും, എന്താണെങ്കിലും അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലേ. നിങ്ങൾ ആരെയും അതില് നിങ്ങൾക്ക് ആർക്കും ഒരു ഗുണവും ഉണ്ടാവുന്നില്ല, ഒരു ദോഷവും ഉണ്ടാവുന്നില്ല. സോ ഞാൻ എന്റെ പാട്ടിന് എന്തേലും കാട്ടിക്കൂട്ടിയോടെ ജീവിച്ചോട്ടെ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുക, ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തരാം. ചുമ്മാ പോവല്ലേ, നിങ്ങൾക്ക് വേറെ നഷ്ടമൊന്നുമില്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ ഞാൻ പൈസ വാങ്ങുന്നില്ലല്ലോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടേക്ക്. ചിലപ്പം എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പ്ലേ ബട്ടനൊക്കെ കിട്ടുമ്പോൾ ഞാൻ പറയാം. സോ നിങ്ങൾ ഒരാൾ എന്റെ സബ്സ്ക്രൈബർ ആയതുകൊണ്ടാണ് എനിക്കത് കിട്ടിയത്, എനിക്ക് പറയാമല്ലോ. സ്വാഭാവികമാണ് എനിക്ക് പറയാം, നിങ്ങൾക്കും അഭിമാനിക്കാം. കാരണം ഞാൻ ഇപ്പൊ വലിയ വലിയ യൂട്യൂബേഴ്സ് ഇങ്ങനെ അവർ 2 മില്യൺ 3 മില്യൺ അടിക്കുമ്പോൾ ഞാൻ പറയുള്ളൂ, എന്റെ ഒരു സബ്സ്ക്രൈബർ ആണത്, ഞാൻ അവരുടെ ഒരു സബ്സ്ക്രൈബർ ആണ്, എന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ കൊണ്ടിട്ടാണ് അവർക്ക് അത് കിട്ടിയത്, എനിക്ക് അഭിമാനത്തോടെ പറയാം. അതുപോലെ നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കൂ. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ എൻ്റെ അക്കൗണ്ടിൽ ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ഞാൻ വലിയ കാശുകാരി ആകുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ പങ്ക് ഞാൻ തരാം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗീവ് അവേ ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് അങ്ങനെ ചെയ്യാൻ മാത്രമായിട്ട് ഒന്നും കിട്ടുന്നില്ല. പിന്നെ എന്ത് തേങ്ങ എടുത്തിട്ട് ചെയ്യാനാണ്. സോ എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ഗീവ് അവേ ഒക്കെ ചെയ്യാം, അന്ന് ഞാൻ നിങ്ങൾക്ക് പൈസയൊക്കെ തരാം. അപ്പോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ഡൗട്ടൊക്കെ മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാറിയില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി, എന്തൊക്കെയാണ് നിങ്ങൾ ഡൗട്ട് എന്നുള്ളത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇതുപോലെ വന്ന് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ.